സ്നേഹമുള്ള ഉപാസന നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ, അംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രായിരി ഉപാസന ആർട്സ് ക്ലബ് അതിൻ്റെ 56-ാം പിറവിയുടെ വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഉപാസന റെസിഡൻസ് അസോസിയേഷൻ്റെ 16-ാം വാർഷിക ആഘോഷ ദിനത്തിൽ ഒരു ചെറു നാടകം അവതരിപ്പിക്കണമെന്ന ഭാരവാഹികളുടെ സ്നേഹാർദ്ദവുമായ ആഗ്രഹത്തിനു മുൻപിൽ ഉപാസന ആർട്സ് ക്ലബിൻ്റെ അംഗങ്ങളായിരിക്കെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ എല്ലാ സ്നേഹനിധികളായ കലാകാരന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. അടുത്ത ഒരു ബെല്ലിനോടുകൂടി രായിരി ഉപാസന ആർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ചക്കരക്കുടം. രംഗത്ത് രാജേന്ദ്രൻ നെല്ലിക്കാട്, സിദ്ധാർത്ഥൻ, അപ്പുകുട്ടി പുത്തമ്പീട്, ശബരി ഗിരീഷ്, വിജയപ്രകാശ്, ഹരി, പ്രേമ രാജേന്ദ്രൻ, പ്രേമലത രാജൻ, സുജാത സിദ്ധാർത്ഥൻ. രചനയും സംവിധാനവും രാജൻ പനന്തൊടി. ഞങ്ങൾ ആരംഭിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമായ രണ്ട് മഹത് വ്യക്തികൾ, മഹാത്മാഗാന്ധിയും B.R. അംബേദ്കറും. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവും B.R. അംബേദ്കർ ഭരണഘടനാ ശില്പിയുമായി ഇന്ത്യൻ ജനതയുടെ ആദരവ് ഏറ്റുവാങ്ങിയവരെ എല്ലാ ബഹുമാനത്തോടും കൂടി ഞങ്ങളും സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം നമ്മളുടേതായ ആശയമായി മാറി ഒടുവിൽ അത് സമൂഹത്തിൻ്റെതായി മാറുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് നീ വാങ്ങിത്തരുന്നത്? അവിടെ എന്തോ ചെയ്യുമ്പോ ബഹളമൊക്കെ കഴിക്കുന്നടാ, ഒന്ന് പോയി നോക്കിയിട്ട് വാ. എന്താടാ അവിടെ ഒരു ചെയ്യുമ്പോ ബഹളമൊക്കെ കേൾക്കണം? നീ വല്ലതും കേൾക്കുന്നുണ്ടോടാ? ചിരിതേ, എടി നീ വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അമ്മേ. നമ്മുടെ പാർട്ടി വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണത്. അത് ശരി, അത് ശരി. വിജയിച്ചിരിക്കുന്നു. നമ്മുടെ പാർട്ടിയും വിജയിച്ചു. ഈ സന്തോഷ വാർത്ത നേരിൽ കണ്ട് അറിയിക്കുന്നതിനെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഉടനെ ഇപ്പൊ എത്തും. കാണാനും പോയി വേഗം റെഡിയാവും. വേഗം റെഡിയായിട്ട് ചിരിതേ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സെക്രട്ടറി വരുന്നോന്ന്. ആണോ? എന്താ ഞാൻ ചെയ്യാം? കണാരട്ടാ, അവ വന്നാൽ ചായ വെച്ചു കൊടുക്കാൻ ഒരു തുള്ളി പാലില്ല. വന്ന ഇരിക്കാൻ പറയാൻ കശേരിയുമില്ല. കണാരട്ടന്റെ അമ്മയെങ്കിലും ഒന്ന് അകത്തുകൊണ്ടിരുത്താൻ പറ്റുമോ? അമ്മ അവിടെ ഇരിക്കട്ടെടി. നീ പോയി ആ മാഷിന്റെ വീട്ടിൽ നിന്ന് പോയി 2 ചെയർ ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ഓ ശരി ശരി. കണാരൻ, സാറ് ഞങ്ങളുടെ കുടിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. എനിക്കുണ്ടോ. ഞാനിപ്പോ വന്നത് കണാരനെ അഭിനന്ദിക്കാനും അനുമോദിക്കാനുമാണ്. കണാരൻ മഹാഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആ വിജയ ആഘോഷം നമുക്കൊന്ന് ആഘോഷിക്കാം. പാർട്ടിയുടെ തീരുമാനം ഈ ആഘോഷത്തിന്റെ ഫലമായി കണാരനെ ഒരു മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ആ സന്തോഷ വിവരം
നേരിട്ട് അറിയിക്കുവാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാവരെയും അറിയിക്കുന്നു. ഇത് എന്റെ അമ്മയാണ്. ആണോ? ഈ അമ്മയുടെ ഒരു ഭാഗ്യം. സ്വന്തം മകൻ ഈ നാടിന്റെ ഒരു മന്ത്രിയാകാൻ പോകുന്നു. ഇതിലേറെ നമുക്ക് ആഹ്ലാദിക്കാൻ എന്താ വേണ്ടത്? സാറേ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെന്താ? ഞാൻ മന്ത്രിയാവാനും എനിക്കിതിന് കഴിയുമോ? കണാരന്റെ ആ വിജയമുണ്ടല്ലോ, പാർട്ടി അതിൻ്റെതായിട്ടുള്ള മൂല്യത്തിൽ കണക്കിലെടുത്തുകൊണ്ട് കണാരനെ ഒരു മന്ത്രിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ പാർട്ടി ഓഫീസിലേക്ക് പോകാം. വരും. കണാരേട്ടാ, ഇവർ പലതും പറയും. നാളെ പണിക്ക് പോണ്ട ആളാ, അത് മറക്കണ്ട. ഓ, അത് ശരിയാണല്ലോ. നാളെ പണിക്ക് പോയില്ലെങ്കിൽ മുതലാളി എന്നെ വഴക്ക് പറയും. കണാരൻ ഇപ്പോ എന്താ പറഞ്ഞു വരുന്നത്? കണാരൻ വരും, നമുക്ക് പോകാം. വരും വരും നേരം വരും 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 വരും. ചിരിച്ചിരുത്തേ, എന്താടി ഇത്? എന്തൊക്കെയാ കാണാൻ കേൾക്കുകയും ചെയ്യുന്നത്? എന്താണ് ഒരു ബഹളം? ഒരുപാട് പേർ വരുന്നു, പടക്കം പൊട്ടിക്കുന്നു. അവരൊക്കെ ആരാ? ഇപ്പൊ അവരെ ആരെയും കാണാനില്ലല്ലോ. എവിടെ പോയി? തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു എന്നാ തോന്നണ്. അതിന്റെ ആഹ്ലാദ പ്രകടനമാണല്ലേ? എനിക്കൊന്നും അറിയില്ല ടീച്ചറെ. കണാരേട്ടൻ വിജയിച്ചത്രേ. അതല്ലേ പുകല് കണാരേട്ടനെ മന്ത്രിയുമാക്കണത്രേ. എന്ത് മന്ത്രിയോ? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നേരാണോ ചെയ്തേ? എനിക്കൊന്നും അറിയില്ല മാഷേ. എല്ലാരും കൂടി എന്റെ കണാരേട്ടനെ പൊക്കി എടുത്തോണ്ട് പോയി. നമ്മൾ രക്ഷപ്പെട്ടെന്നാ തോന്നണ്. കണാരേട്ടൻ മന്ത്രിയായാൽ നമ്മളും നമ്മുടെ നാടും രക്ഷപ്പെടും. അതെ അതെ, ഈ പൊന്നമ്മയുടെ ഒരു ഭാഗ്യേ. സന്തോഷായില്ലേ? നിങ്ങളൊക്കെ ആരാ? വേഗം ഇവിടെ നിന്ന് മാറി തരണം. ഇത് മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയാണ്. സാർമാരെ, ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ എവിടെ പോവാനാ? ഇനി മന്ത്രി അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതല ഞങ്ങൾക്കാണ്. അത് കൊണ്ട് ഞങ്ങൾ അറിയാതെ ആരും ഇവിടെ വരാനോ പോവാനോ പാടില്ല. മനസ്സിലായോ? ഇതാണോ ചെറുതേ നീ പറഞ്ഞ സ്വാതന്ത്ര്യം? ഇനി നിങ്ങളെ കാണാൻ ഞങ്ങൾക്കാവില്ലേ? താങ്കൾ ഞങ്ങൾ ചോദ്യം ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമ നിർവഹിക്കാനുണ്ട്. ഇവിടെ നിന്ന് മാറി തരും. വേഗം മാറി തരും. കൊണ്ടുവരും. അപ്പൊ ഇവരൊക്കെ ആരാ? ഇവർ അടുത്ത വീട്ടിലെ മാഷും ടീച്ചറുമാണ്. മാറി തരൂ, മാറി തരൂ. വേഗം അവിടെ നിന്ന് മാറി തരും. മാറി തരും. എന്താണിത്? എന്ത് ഏർപ്പാടാണിത് കണാരേട്ടാ? ചിരിതേ, മന്ത്രിയായാൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്തേ പറ്റൂ എന്ന് ഇവർ പറയുന്നു. എനിക്കൊന്നും അറിയില്ല. നീ ഈ ചക്രകുടം കണ്ടില്ലേ? ഇത് നമ്മുടെ നാടിന്റെ സ്വത്താണ്, സമ്പത്താണ്. ഇത് നമുക്ക് മുമ്പേ ഭരിച്ചവർ ഉണ്ടാക്കിയെടുത്തതാണ്.
ഇതിനെ സംരക്ഷിക്കുവാനും സുരക്ഷിത ഉറപ്പാക്കാനും ഇവരെ അനുവദിച്ചിട്ടുള്ളത്. ഇവരെ അനുസരിച്ചേ മതിയാവും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഇവരൊക്കെ തന്നെ ആയിരുന്നില്ലേ ഈ പോലീസും കലക്ടറും ന്യായാധിപനും അടങ്ങുന്ന ഭരണ സംവിധാനം? രാജാവ് മാറിയെന്നല്ലാതെ മറ്റെന്തു മാറ്റമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായത്? അതെ, പരമ്പരാഗത രാജവാഴ്ചയിൽ നിന്ന് മാറി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവും മറ്റൊരു രാജഭരണവും നിലനിൽക്കുന്നു. ഇതാണോ ജനാധിപത്യം? തിരഞ്ഞെടുക്കപ്പെട്ട എന്നെ പോലുള്ള ജനപ്രതിനിധികളെ ഇവർ രാജാവിന്റെ വേഷം കെട്ടി നടത്തുന്നു. സാർ, അങ്ങനെ പറയരുത്. നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുന്നതേ ഞങ്ങൾ പിന്തുടരുന്നുള്ളൂ. ഞങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് മാത്രം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് കണാരൻ. അദ്ദേഹത്തിന്റെ കാഴ്ച മറച്ചാൽ ഈ നാട്ടിലെ സംഭവ വികാസങ്ങൾ അദ്ദേഹം എങ്ങനെ കാണാനാണ്? ഇത് അനുവദിക്കാൻ പറ്റില്ല. മന്ത്രിമാരായാൽ സർവ്വതും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഞങ്ങളിലൂടെ മാത്രമേ സത്യത്തെ കാണാൻ കഴിയൂ. ഞങ്ങൾ മൂവരും ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ സത്യസന്ധമായും നീതിയുക്തമായും മന്ത്രിത്വത്തെ ധരിപ്പിക്കും. സ്വന്തം നേതൃത്വത്തിലൂടെയോ അനുഭവത്തിലൂടെയോ യാതൊന്നും കണ്ടുകൂടാ, അനുഭവിച്ചുകൂടാ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളിൽ ഒരാൾക്ക് എന്തിനാണ് ഇത്ര കരുതലും പോലീസ് കാവലും? മന്ത്രിമാർ ഞങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ മന്ത്രിമാരുടെയും. പിന്നെന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വേർതിരിച്ചു കാണിക്കുന്നത്? പോലീസ് കാവൽ നിൽക്കേണ്ടതും കരുതൽ നൽകേണ്ടതും ഞങ്ങൾക്കാണ്, ജനങ്ങൾക്കാണ്. അതെ, ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ മന്ത്രിയും ഒരു സാധാരണ പൗരൻ തന്നെയാണ്. ഒരു സാധാരണ പൗരനുള്ള മൗലിക അവകാശങ്ങൾ മാത്രമേ ഓരോ മന്ത്രിക്കുമുള്ളൂ. അതിലപ്പുറം ഒരു ദിവ്യത്വവും ഒരു മന്ത്രിക്കും നിങ്ങൾ കൽപ്പിച്ചു നൽകരുത്. ഇതിനെ പിടിച്ച് പുറത്താക്കും. കണരേട്ടാ, ഈ ചക്കരക്കുളത്തിൽ എന്താ? ഞാനൊന്ന് നോക്കട്ടെ. ആരും കാണാതെ വേണം. അതെന്താ? ഇത് നമ്മുടെ നാടിന്റെ സ്വത്താണ്, സമ്പത്താണ്. ആണോ? എന്തു രുചിയാ! കാണാനൊക്കെ രുചി നോക്കിയേ. അരുത്, ഇത് അഴിമതിയാണ്. ഇത് അനുവദിക്കില്ല. ഞങ്ങൾ ഇന്ന് അനുവദിക്കില്ല. അനുവദിക്കില്ല. എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? ജനങ്ങൾ നിന്നിലെ മന്ത്രിയെ എന്തിനാണ് ശാപവാക്കുകൾ വിളിച്ചു പറയുന്നത്? നമ്മുടെ നാട്ടിലെ മന്ത്രി എന്ന പദവിയും അതിലൂടെയുള്ള അഹന്തയുമാണ് നിങ്ങളെ പോലെയുള്ളവരെ അഴിമതിയിലേക്ക് നയിക്കുന്നത്. നമ്മൾ പൊരുതി നേടിയതാണ് സ്വാതന്ത്ര്യം. അതിലപ്പുറമാണ് ജനാധിപത്യം. ഇവ രണ്ടും അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട്
പോവാനാവില്ല. ആർക്കും ആർക്കും. എനിക്ക് തെറ്റ് പറ്റിപ്പോയി അമ്മേ, മാപ്പ് തരൂ. പുതിയതായി ഉയർന്നു വന്നതീ പ്രബുദ്ധ കേരളം, തകരുവാൻ വിടില്ല നമ്മൾ ഉജ്ജ്വല പ്രതീക്ഷയെ. നമ്മളേക